എന്നെപ്പറ്റി ഈ കാര്യം റിപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലാതെ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കുറേ കാലമായിട്ട് എൻ്റെ കാലാണ്. അപ്പോൾ UDF പിന്തുണയോടെ ഞാൻ മത്സരിക്കുന്നുവെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ പാർട്ടി നേതാക്കൾ ദൗത്യവുമായി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രചാരണം. ഒരു ദൗത്യവുമായി ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. MA ബേബി എന്നോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് സംസാരിച്ചത്. അതിന് മുമ്പ് സംസാരിച്ചിട്ട് ഇന്നലെയാണ് സംസാരിച്ചത്. ഇവിടെ അദ്ദേഹം ഭാര്യ ഇവിടെ വന്ന് ഊണം കഴിച്ചിട്ട് പോയി. എന്നാലും ഞങ്ങളിതൊന്നും സംസാരിച്ചില്ല. ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചു ഡൽഹിയിൽ. അത് കഴിഞ്ഞാണ് നാസറുടെ നേതൃത്വത്തിൽ സുജാതയടക്കം അവരൊരു 10-12 സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ചന്ദ്രബാബു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും വന്നത്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പായിരിക്കണം സുജാതയും ഹരിശങ്കറും വന്നു. സുജാത എൻ്റെ ബന്ധുവാണ്, ഹരിശങ്കർ എൻ്റെ അനന്തരവരുടെ ഭർത്താവാണ്. അവർ രണ്ടും കൂടെ വന്നിരുന്നു. ഹരിശങ്കർ ഒന്നും സംസാരിച്ചില്ല. സുജാത രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അവർ പോവുകയും ചെയ്തു. വേറെ ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇതെല്ലാം ഈ അടുത്ത ദിവസങ്ങളിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പ്രചരണങ്ങളാണെന്ന് ഞാൻ പറയുകയാണ്. ഒരു ദൗത്യവുമായി ആരും വന്നിട്ടില്ല. ദൗത്യവുമായി വരേണ്ടതായ സാഹചര്യങ്ങളില്ല. ഞാൻ നേരത്തെ തന്നെ അറിയിച്ചു, 63 വർഷം മുമ്പ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പാർട്ടി മെമ്പറായതാണ് 15-ാമത്തെ വയസ്സിൽ. അതിൻ്റെ കാരണം സ്കൂളിൽ പ്രസംഗ മത്സരം, ഉപന്യാസ മത്സരം, അക്ഷര ശ്ലോകം, ഇതൊക്കെ ഞാൻ 1-ാം സ്ഥാനത്താണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ബ്ലോക്കല്ല, NES ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പിന്നീട് മത്സരം, അവിടെയൊക്കെ ഇത് തന്നെ ആവർത്തിച്ച് ജയിച്ചു. പിന്നെ ജില്ലാ കലോത്സവമാണ്. സ്റ്റേറ്റ് കലോത്സവം ഒന്നും സ്കൂളിലില്ല. അവിടെയും പ്രസംഗം, ഉപന്യാസം, അക്ഷര ശ്ലോകം. സ്പോർട്സിലൊന്നും ഞാൻ പ്രാവീണ്യം തെളിയിച്ചിട്ടില്ല. ഇതിലൊക്കെ വിജയിച്ചതുകൊണ്ട് പ്രദേശത്തുള്ള പാർട്ടി സഹകൾ, പ്രാദേശിക സഹകൾ എന്നെ പാർട്ടിയിലൊക്കെ ചേർത്തു. 18 വയസ്സായാലും ചേരാൻ പറ്റുമോ? പക്ഷെ ഭരണഘടന. പക്ഷെ എൻ്റെ 15 വയസ്സായപ്പോഴേ ചേർത്തു. വേറൊരു പാർട്ടിയിൽ പോകാതിരിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. എന്നെ സ്കൂളിൽ പഠിക്കാൻ പോയി, മെമ്പർഷിപ്പൊക്കെ തുടർന്നു. പിന്നെ SM കോളേജ് 67 പഠിക്കാൻ പോയപ്പോഴാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനം, പൂർണ്ണസമയ പ്രവർത്തനം 67 തുടങ്ങിയതാണ്. ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറ്റിയ 2002 വരെയുള്ള കാലത്ത് ഞാൻ പൂർണ്ണസമയ പ്രവർത്തകനാണ്. ഇപ്പം പൂർണ്ണസമയ പ്രവർത്തകനല്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വസ്തുതകൾ. ഈ വസ്തുതകൾ ചരിത്രപരമായി കൂട്ടി വായിക്കുന്നതിന് പകരം ചില വസ്തുതകൾ പറയുകയും ചിലത് പറയാതിരിക്കുകയും ചെയ്യുന്ന ആ രീതി കൊണ്ട് കുറേ പേരൊക്കെ തെറ്റായ ധാരണകളിലെത്തും. പക്ഷെ അറിയാവുന്നവർക്കാർക്കും ആ തെറ്റായ ധാരണ ഉണ്ടാവില്ല. ആരും നിർബന്ധിച്ചല്ല പാർട്ടി ചേർത്തത്. ഈ തരത്തിൽ സ്കൂളിൽ പ്രോമിനൻ്റ് ആയതുകൊണ്ട്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്രോമിനൻ്റ് ആയതുകൊണ്ട്, ശരിച്ച് ഈ ഇൻ്റലക്ച്വൽ വിഭാഗത്തെ പ്രസവം, ഉപന്യാസമൊക്കെ അതാണ്. കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു പള്ളിയുള്ള ഹൈസ്കൂളിൽ, ഞാൻ പഠിച്ച ഹൈസ്കൂളിൽ. അവരെല്ലാം കൂടി എന്നെ ചേർത്തതാണ്. അപ്പോൾ ആരും നിർബന്ധിച്ചല്ല പാർട്ടി ചേർന്നു. ഇപ്പം ഏകദേശം ഒരു 3 ആഴ്ചയായി കാണുമായിരിക്കണം. ഈ മെമ്പർഷിപ്പ് സ്കൂട്ടറി, എൻ്റെ ബ്രാഞ്ചിൻ്റെ സ്കൂട്ടറി നടന്നു. ഞാൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല. ആരും നിർബന്ധിച്ചിട്ടെല്ലാം പുതുക്കാതിരുന്നത്. ഞാനിത് ആരോടും പറഞ്ഞില്ല. സ്കൂട്ടറി നടത്തിയ ബ്രാഞ്ച് കമ്മിറ്റിയിൽ 18 പേരുണ്ട്. ഞാൻ അടക്കം 18ആണ്. സ്കൂട്ടറി നടത്തി കഴിഞ്ഞാൽ DC-യുടെ നേരെ കൺട്രോളിലുള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് ആ മെമ്പർഷിപ്പ് രജിസ്റ്റർ അവിടെ DC-യിലോട്ട് കൊടുക്കുക. പക്ഷേ ഇതൊരു ചാനൽ വന്നു. അത് DC ഓഫീസിൽ തന്നെ കൊടുക്കില്ല. ഈ 18 മെമ്പർമാരിൽ ഒരാൾ കൊടുത്തതാണ്. അതാരും ആവട്ടെ. അപ്പം അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ അത് പരസ്യപ്പെടുത്തേണ്ടി വന്നു. ഒരു പോസ്റ്റ് ഇട്ടിട്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന കാര്യം ഞാൻ അറിയിച്ചു. കൂട്ടത്തിൽ 3-4 കാര്യങ്ങൾ കൂടി പറഞ്ഞു. അത്ര വലിയ പോസ്റ്റൊന്നും അല്ലായിരുന്നു. അത് വലിയ തരത്തിൽ സ്വാഭാവികമായിട്ടും പ്രചാരത്തിലായി. അതിൻ്റെ കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരായി നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ
പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ പാർട്ടി സംഘടനയില്ല എന്നാണ് അർത്ഥം. എന്നാൽ ദശലക്ഷക്കണക്കിന് അനുഭാവികളാണ് പാർട്ടിക്കുള്ളത്. 10-70 ലക്ഷം വോട്ട് ഇവിടെ കിട്ടുമ്പോൾ പാർട്ടി മെമ്പർമാർ കേരളത്തിൽ 5 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലാകെ 10 ലക്ഷം ചെല്ലുവാനേ ഉള്ളത്, 5 ലക്ഷവും കേരളത്തിലാണ്. പിന്നെ കുറച്ച് ബംഗാളിലാണ് കൂടുതൽ, തമിഴ്നാട്ടിലാണ് കുറച്ചിട്ട്. എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് കുറച്ച്, അത് ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പാർട്ടിയുടെ ആദർശങ്ങളും ആശയങ്ങളും ഉണ്ട്, അതൊന്നും തന്നെ ഉപേക്ഷിച്ചില്ല. പാർട്ടി പരിപാടി അതാണ് വിപ്ലവ തന്ത്രം. അതിനകത്താണ് ഇന്ത്യയിൽ അങ്ങനെ വിപ്ലവം നടത്താമെന്ന് പറയുന്നത് പാർട്ടി പരിപാടിയിലാണ്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടി മെമ്പർഷിപ്പ്, അതിന് നിബന്ധനകൾ. CPM-ന്റെ പാർട്ടി ഭരണഘടനയിലെ നിബന്ധനകൾ സോവിയറ്റ് യൂണിയനിലെ പാർട്ടിയുടെ ഇതിൽ നിന്നും പ്രധാനമായും സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ഒരു ശൈലിയാണ് വന്നിട്ടുള്ളത്. കേന്ദ്രീകൃത ജനാധിപത്യവും പാർട്ടി ഡെമോക്രസി അടക്കമുള്ള കാര്യം. അതിൽ ചെറിയ ഭേദഗതികളെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ പാർട്ടി ഭരണഘടന, പാർട്ടി പരിപാടി, പിന്നെ 1951 പാർട്ടി ഒന്നായിരുന്നു നയപ്രഖ്യാപനമുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ്. പിന്നെ ഇതുവരെയുള്ള എല്ലാ പാർട്ടി കോൺഗ്രസുകളുടെയും പ്രമേയം, രാഷ്ട്രീയ പ്രമേയങ്ങളിലെ ഐഡിയോളജിയും സ്ട്രാറ്റജിയും, അതായത് തന്ത്രവും അടവ് ടാക്ടിക്സും, ഇതെല്ലാം ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, അതെല്ലാം അംഗീകരിക്കുന്നു. മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒക്കെ ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. മൂലധനം എത്ര തവണ വായിച്ചാലും മനസ്സിലാകത്തില്ല. അത് സാമ്പത്തിക വിദഗ്ധന്മാർക്കാണ് ശരിക്കും മനസ്സിലാവുക. എന്നാലും നമുക്കത് അറിയാം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ഒരു ദിവസം, ഒരു മാസം 2 തവണ വായിക്കും. പല ആവശ്യമുണ്ട് വായിച്ചിട്ട്. ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് മതിയാവത്ത അത്ര മനോഹരമായ ഭാഷയിലാണ്. ചെറിയ പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഈ ജില്ലയിൽ ഞാൻ ക്ലാസ് എടുക്കാത്ത ഒരു പഞ്ചായത്തും ഉണ്ടാവില്ല. 36 വർഷം ഞാൻ പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഈ ജില്ലയിൽ. എസ് രാമേന്ദ്രൻപിള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇവിടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായി മാറ്റിയിട്ടുണ്ട്. പിന്നെ മിനിസ്റ്ററൊക്കെ ആയി അതിൻ്റെ ജോലി തിരക്ക് കാര്യമൊക്കെ വന്നപ്പോൾ 2010 ഞാനും ഒഴിഞ്ഞു. ഇനി ഞാൻ വേണ്ട, വേറെ ആളെ വെക്കാൻ പറഞ്ഞു. 2010 മുതൽ ഞാൻ അതിൻ്റെ ചെയർമാനല്ല. ഇപ്പം ഞാൻ ജില്ലാ കമ്മിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചെയർമാൻ ആവാനൊക്കത്തില്ല. അങ്ങനെ പാർട്ടി എഡ്യൂക്കേഷന് വേണ്ടി ജില്ല മുഴുവൻ ഞാൻ പോയി. അതിനുവേണ്ടി വായിച്ചു, കൂടുതൽ പഠിച്ചു. പാർട്ടിക്കാരായിട്ടുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഞാൻ വന്നു കാണും. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. അങ്ങനെ തന്നെ സിൻസിയറായിട്ട് തന്നെ ചെയ്ത ഒരാളാണ്. അപ്പോൾ പാർട്ടിയെ ആക്ഷേപിക്കാനൊന്നും ഞാനില്ല, അതിൻ്റെ പരിപാടിയെ ആക്ഷേപിക്കാനുമില്ല, അതിൻ്റെ ഭരണഘടനയെ ആക്ഷേപിക്കാനുമില്ല. അതിൻ്റെ ഒരു രേഖയെയും സാൽക്യാപ്ലീനമായാലും പാർട്ടി കോൺഗ്രസ് ഇല്ല. 15 പാർട്ടി കോൺഗ്രസ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 23-24 പാർട്ടി കോൺഗ്രസ് അല്ലേ ഇതുവരെ കഴിഞ്ഞത്. അതിൽ 9ാം പാർട്ടി കോൺഗ്രസ് മുതൽ ഞാൻ ഡെലിഗേറ്റാണ്. മധുരയിലെ 9ാം പാർട്ടി കോൺഗ്രസ്. 1964 വരെയുള്ള പാർട്ടി കോൺഗ്രസുകൾ ഒന്നായിരുന്ന പാർട്ടിയുടേത് CPM അത് അംഗീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ കൂടെ പാർട്ടി കോൺഗ്രസ്. അത് കഴിഞ്ഞാണ് അടുത്തത് പേര്. 7ാം പാർട്ടി കോൺഗ്രസ് മുതലാണ് CPM പാർട്ടി കോൺഗ്രസ് ഉള്ളത്. 7 വരെയുള്ള 6 ചേർക്കുന്നുണ്ട്. ആ 7 മുതൽ 24 വരെയുള്ള ഈ കാലത്ത് 15 പാർട്ടി കോൺഗ്രസിനും ഡെലിഗേറ്റ് ആയിരുന്നു. അതിൽ 12 പാർട്ടി കോൺഗ്രസിനും കേരളത്തിന് വേണ്ടി സംസാരിച്ചത് ഞാനാണ്. ഒന്നീ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ റിപ്പോർട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലൊക്കെ പാർട്ടിയുടെ ആശയപരമായ സാരാംശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും അത് പറയാൻ ശീലിക്കുകയും ചെയ്തു. പറയാനുള്ള വൊക്കാബുലറി ഉള്ളത് കൊണ്ട് അത് പറയുകയും ചെയ്തു. ആ നിലയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിനെതിരായി ഇനിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പാർട്ടിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല, ഒരു മുന്നണിയിലും ചേരാനും ഉദ്ദേശിക്കുന്നില്ല. ക്ലിയറായ കാര്യമാണ്. വ്യക്തിഹത്യ
ആരെയും ഞാൻ നടത്തിയിട്ടില്ല, ഇനി നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ നടത്തുന്നുണ്ട്. എൻ്റെ അച്ഛനും വരെ വിളിച്ചിട്ടുണ്ട് അയൽസി മെമ്പർ അടുത്ത കാലത്ത്. എൻ്റെ പേര് ഭാര്യ സുധാ കുരൻ എന്ന ഒരാൾ അമ്പലപ്പുഴക്കാരൻ പേരുണ്ട്, സുധാ കുരൻ. ഒരു ഉപരി കമ്മിറ്റിയോ ഒരു ജില്ലാ കമ്മിറ്റിയോ ഒരു ഏരിയ കമ്മിറ്റിയോ ആരും അതിനെ എതിർക്കുന്നില്ല. എന്തെങ്കിലും ഒന്നും ശ്രദ്ധിക്കുന്നില്ലയോ അല്ല. നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തത് ജില്ലാ കമ്മിറ്റി മെമ്പർ. ക്ഷേത്രത്തിൽ നിന്നും കയറ്റാൻ പറ്റിയ ആളല്ല, അയാളുടെ ഭക്ഷണ രീതി അതിന് പറ്റിയതല്ല. അത്ര ഞാൻ പറയുന്നത്. ഇതെവിടെ നടക്കുന്നത്? പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ട് നടക്കുക, അവരെ ആയുധമാക്കി വ്യക്തിഹത്യ നടത്തുക. അത് ഇന്നാരെന്നൊന്നുമില്ല, പാർട്ടിക്കകത്ത് നിൽക്കുന്നവരെയും നടത്തുന്നതുകൊണ്ടാണല്ലോ എൻ്റെ അച്ഛനെ വിളിച്ചത്. എൻ്റെ അച്ഛനെ അയാൾ കണ്ടിട്ടുണ്ടോ? അത് ആരായിരുന്നു അറിയാവോ? ആയിരക്കണക്കിന് കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച ആളാണ് അദ്ദേഹം. ഒരു സാധാരണ ചെറുകിട കൃഷിക്കാരൻ. രാവിലെ 7 മണിക്ക് പൂന്താലിയുമായി കിളയ്ക്കാൻ പോകും. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്, ഞങ്ങൾ തന്നെ ജോലിക്കാരെ നിർത്താൻ ഞങ്ങൾ കിളച്ചേ പറ്റുപോയി. 8:30 മണിയാകുമ്പോൾ തിരിച്ചു വന്ന് റെഡിയായിട്ട് സ്കൂളിൽ പോകണം. അങ്ങനെ അധ്വാനിച്ച് ജീവിച്ച ഞങ്ങളുടെ അച്ഛൻ. അദ്ദേഹം മരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആദ്യകാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. അത് കോൺഗ്രസിൻ്റെ നല്ല കാലത്ത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഭുവനേശ്വരൻ്റെ സംഭവം കൂടെ വന്നതോടുകൂടി മൊത്തം ഏതാണ്ട് 2000-ലേറെ ഫാമിലികളുണ്ട് ഞങ്ങളുടേത്. കരുനാഗപ്പള്ളി, കുന്നത്തൂര്, കാർത്തികപ്പള്ളി, മാവേലിക്കര, അതുപോലെ തന്നെ അടൂര്, ഈ താലൂക്കുകളിലായി 2000-ഓളം ഫാമിലികളുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവിടെയൊക്കെ ഉണ്ട്. അമ്പലപ്പുഴയുണ്ട്. എൻ്റെ ഭാര്യയുടെ ബന്ധുക്കളൊക്കെ കൂടുതലായിട്ട് അമ്പലപ്പുഴ ഭാഗത്താണ്. കുട്ടനാട്ടിലുണ്ട്. ആ ബന്ധുമനത്തിൻ്റെ പേരിൽ ഒന്നും തന്നെ അവർക്ക് അത് ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല, ഒന്നേപോലെ ചെയ്തു കൊടുത്തിട്ടില്ല. ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്കും ജോലി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ, ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ, MBA ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, കടിസൂർ പെട്ടിൻ്റെ സ്റ്റോറുകളിൽ എത്ര പേർക്കാണ് ജോലി കൊടുത്തിട്ടുണ്ട്? എൻ്റെ വീട്ടിലാർക്കും ഞാൻ കൊടുത്തിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ. അല്ല, പ്രായമൊക്കെ കഴിഞ്ഞു, അവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള യാതൊരു ആരോപണവും ആർക്കും ഉന്നയിക്കാനും പറ്റില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പാർട്ടി ജീവിതം നയിക്കുന്ന ഒരാളെ വ്യക്തിഹത്യ നടത്തുന്നത് എന്തിനാണ്? വ്യക്തിഹത്യ കൊണ്ടൊരു പാർട്ടി നശിക്കുകയല്ലാതെ എവിടെയെങ്കിലും രക്ഷപ്പെട്ടതായി കേട്ടിട്ടുണ്ട്? രാഷ്ട്രീയം കൊണ്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏക ആയുധം രാഷ്ട്രീയമാണ്. അത് വർഗസമര സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ്. അത് ആ പുസ്തകമൊക്കെ വായിച്ചു നോക്കണ്ടേ? വായിച്ചു നോക്കിയാലല്ലേ മനസ്സിലാവും. വായിച്ചു നോക്കിയിട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് കാര്യമായോ? അപ്പം അതൊക്കെ വന്നിരിക്കുന്ന വലിയ പോരായ്മകൾ. കേഡർമാർക്ക് പാർട്ടി നേതാക്കന്മാരുടെ അച്ഛനെ വരെ വിളിക്കാം എന്ന നിലയിലേക്ക് ഈ അമ്പലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. അമ്പലപ്പുഴ കേരളത്തിൻ്റെ ഭാഗം, കേരളത്തിൽ എത്തി. അമ്പലപ്പുഴ കേരളത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയമായുള്ള ഒരു ഇടിവ് തന്നെ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എല്ലാ പാർട്ടി ഉത്തരവാദികളാണ്. രാഷ്ട്രീയമായ ഒരു ഇടിവ് ഒരു യുവാവിനെ ആവേശമുണ്ടാക്കാനൊന്നുമില്ല. ആവേശമുണ്ടാക്കാൻ അത് വ്യക്തികളായ നേതാക്കന്മാരെ കണ്ടും ഓരോ പാർട്ടിയുടെ പരിപാടി കണ്ടുമൊക്കെയാണ് ഈ ആവേശം ഉണ്ടാകുന്നത്. അങ്ങനെ ആവേശം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. അത് കേരള രാഷ്ട്രീയത്തെ എല്ലാവരും സ്വയംവിമർശനപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യക്തിഹത്യക്കൊന്നും നമ്മളില്ല. പക്ഷെ രാഷ്ട്രീയ വിമർശനമല്ലാതെ അനാവശ്യമായി വ്യക്തിഹത്യയോ രാഷ്ട്രീയമായിട്ടുള്ള ആശ്വാസമല്ലാത്ത രാഷ്ട്രീയതരമായ അനാശാസ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ ശക്തിയായി തിരിച്ചടിക്കുന്നത് വ്യക്തിഹത്യയായിരിക്കത്തില്ല. മാന്യമായ ഭാഷയിൽ ശക്തമായി തിരിച്ചടിക്കും. അതിനെല്ലാം മറുപടി കൊടുക്കും, ഉറപ്പാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഗാന്ധിജിയുടെ ലാളിത്യം വേണമെന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഗാന്ധിസത്തോട് പൂർണ്ണമായി യോജിപ്പില്ല. പക്ഷെ
ഗാന്ധിജിയുടെ ലാളിത്യം. അതായത് പൊതുപ്രവർത്തകൻ ആഡംബരപൂർവ്വം ജീവിക്കാൻ പാടില്ല. വരുമാനത്തിൽ കവിഞ്ഞ് ജീവിതമാർഗങ്ങൾ അവലംബിച്ചുകൂടാ. അത് വരുമാനത്തിൽ കവിഞ്ഞുള്ള സ്വത്ത് ആർജിച്ചുകൂടാ. യഥാർത്ഥ വരുമാനത്തിൽ കവിഞ്ഞു. അതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, അടിയന്തരാവസ്ഥയുടെ 7-ാം ദിവസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജൂൺ 25. 7-ാം ദിവസം ജൂലൈ 1-ാം തീയതി SFIയുടെ അഖിലേന്ത്യാ പഠിപ്പ് മുടക്കാണ്. ഞാൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. അപ്പോൾ സംസ്ഥാനത്തേക്ക് ഞാൻ ഒഴിഞ്ഞു. ബേബി പ്രസിഡന്റായി ഞാൻ ഒഴിഞ്ഞതല്ല. എനിക്ക് LLBയുടെ ഫൈനൽ ഇയർ പരീക്ഷ തുടങ്ങുന്ന ദിവസം ജൂലൈ 1-ാം തീയതി ഹോൾ ടിക്കറ്റ് എൻ്റെ പാക്കറ്റിലെടുത്ത് വെച്ചിട്ട് ഞാൻ മറ്റുള്ളവരോടൊപ്പം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോയി അഖിലേന്ത്യാ പഠിപ്പ് മുടക്കം നടത്താം. എന്നിട്ട് ഞാൻ AK സെന്ററിൽ പോയി എല്ലാവരോടും പറഞ്ഞു, TK രാമകൃഷ്ണൻ ഉണ്ടായിരുന്നത്, ആ പഠിപ്പ് മുടക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരുപാട് കുട്ടികളോട് വന്ന് ചെയ്യുന്നു. ഒരുപാട് കോളേജുകൾ, യൂണിവേഴ്സിറ്റി കോളേജ്, സംസ്ഥാന കോളേജ്, ആയുർവേദ കോളേജ്, എല്ലാം വന്നു. അപ്പോൾ രഹസ്യ പോലീസുകാരൻ വന്ന് പറഞ്ഞു, വെടിവെക്കുമെന്നുള്ള ഉറപ്പാണ്. കരുണാകരൻ സാർ വെടിവെച്ചിരിക്കും. അടിയന്തരാവസ്ഥ ആരും ചോദിക്കാറില്ല. ഇന്ത്യയിലൊന്നും ഒരു പ്രക്ഷോഭം പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ അനങ്ങിയിട്ടില്ലായിരുന്നു. JPയുടെ സമരവും തുടങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ MP ജയകുമാറുണ്ട്, അങ്ങനെ പല ആളുകളുമുണ്ട്. പിന്നെ ബേബി വന്ന് ചേർന്നു. ബേബി സ്റ്റേറ്റ് പ്രസിഡൻ്റായപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് 23 പേര് പോയാൽ മതി, നമുക്ക് എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. കുറേ പറഞ്ഞിട്ട് ആരും പിരിയുന്നതാണ്. ഞാൻ ഒടുവിൽ പ്രത്യേകഘാതം പറഞ്ഞ് അവരെ എല്ലാം പിരിച്ചു വിട്ടു. അത് കോമ്പൗണ്ടിൽ തന്നെ നിന്നെങ്കിൽ ഞങ്ങൾ 23 പേര്, അഖിലേന്ത്യാ ഭാരവാഹികൾ മുതൽ യൂണിറ്റ് ഭാരവാഹി വരെയുള്ള 23 പേര് സ്ഥലത്ത് ഞങ്ങൾ പ്രകടനം നടത്തി. യൂണിവേഴ്സിറ്റി കോളേജ് തെക്കേ ഗേറ്റ് കൂടി അവിടെ പിച്ചുകരല്ല, ആ ജംഗ്ഷനുണ്ട്, പേരുണ്ട് അതിന്, സ്പെൻസർ ജംഗ്ഷൻ. അതിലൂടെ ഞങ്ങൾ AG സർവീസിന് മുമ്പ് കൂടെ മുദ്രാവാക്യം വിളിച്ച് അടിയന്തരാവസ്ഥ, അറബിക്കടൽ, ഇന്ദിരാഗാന്ധി, മൂർത്താബാദ് തുടങ്ങിയ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുമ്പിലോട്ട് പോവുകയാണ്. എല്ലാവരും ഗവൺമെൻറ് ജീവനക്കാരടക്കം, ഇടതുപക്ഷ ജീവനക്കാരടക്കം ഭയന്ന് ജനാല തുറന്ന് ഇങ്ങനെ നോക്കുകയാണ് ഞങ്ങൾ എന്താ സംഭവിക്കാൻ പോണത്. കൈപോലും വീശി കാണിക്കാൻ ആരും തയ്യാറായില്ല. ഞങ്ങൾ പോയി സെക്രട്ടേറിയറ്റ് മധ്യഭാഗത്ത് ചെന്നപ്പോൾ ഓപ്പോസിറ്റ് ഇത് വലിയൊരു വണ്ടി വന്ന്, വലിയൊരു വാഹനം വന്ന്, കരിവണ്ടി വന്നിട്ട് നിർത്തി. ശ്രീധരൻപിള്ള എന്ന് പറയുന്ന SI, അയാൾ EDM എന്നാണ് വിളിക്കുന്നത്. പുറത്ത് നല്ല ബലിഷ്ഠരുടെ BCയൊക്കെ വെച്ചവരാണ്. ഓരോരുത്തരെ അടിച്ച് എടുത്ത് അകത്തോട്ട് എറിയും. എന്നെ അടിച്ചില്ല. അപ്പോൾ ഞാനങ്ങ് കയറിയ അവസാനം വാനിലിട്ട് ചവിട്ടിയെ തൊഴിക്കുകയും ചെയ്യാവുന്നതൊക്കെ ചെയ്തു. തിരിച്ച് കണ്ടോൺമെന്റ് സ്റ്റേഷൻ ഇറങ്ങി താഴെ ഇറക്കി അവിടെ ഇട്ടുന്നല്ലേ. കുറേ നേരം വെയിലത്തെ ഗ്രൗണ്ടിലിട്ടിരുന്നു. പിന്നെ ഞങ്ങളെ ലോക്കപ്പിലോട്ട് കൊണ്ടുപോകാൻ അവരൊരു ഡെസ്ക് വെച്ച് ഒരു വഴി ഉണ്ടാക്കി. ഇങ്ങനെ അതിൽ കൂടി എല്ലാവരെയും കൊണ്ടുപോയി. 23 ഓരോരുത്തരെയും 8 പോലീസുകാർ അപ്പുറം വന്ന് 8 അടി എല്ലാവരും അടിച്ചു. അപ്പോഴേ എന്നെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ആ ഡെസ്കിൻ്റെ ആ വഴി കഴിഞ്ഞ് അപ്പുറത്തോട് ചെല്ലിയ ഒറ്റ ചവിട്ടാണ്. ഒരു അടിയ തൊഴി എല്ലാം കിട്ടി. കണ്ണാടി അങ്ങ് പോയി. അന്ന് വാച്ച് പോയി. പിന്നെ ഞാൻ വാച്ച് കെട്ടിയിട്ടില്ല. ഒരു ഇന്ത്യൻ വാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കെട്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങളുടെ ലോക്കപ്പിലുണ്ട്. രാത്രി 11 മണിക്കാണ് വെള്ളം തരുന്നത്. പിന്നെ രാത്രി 12 മണി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമായി. വങ്കൽ രാധാകൃഷ്ണൻ അവരെല്ലാം ഒന്ന് പ്രശ്നമായി. മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു. രാജ്യദ്രോഹ കുറ്റത്തിന് DI ഡിഫൻസ് ഓഫ് ഇന്ത്യയോട് ഞങ്ങളുടെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. അവിടെ 10-14 ദിവസം കഴിഞ്ഞു. അവിടെ EMS AKG ഒക്കെ ഞങ്ങൾ കാണാൻ വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തു വേറെ സമരത്തിൽ. പിന്നെ അവരെ വിട്ടു. ഞങ്ങളെ വിട്ടില്ല. കോടതി കൊണ്ടുപോയി ഞങ്ങളെ ശിക്ഷിച്ച് സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. 4-5 മാസം കടന്നപ്പോഴേക്കും എൻ്റെ ഹോൾ ടിക്കറ്റ് AKG വഴി ഹൈക്കോടതി കൊടുത്തു. പരീക്ഷ എഴുതാൻ പോയപ്പോഴാണ് പിടിച്ചവനോട് വാദിച്ചു. അപ്പോൾ ഇതുവരെ കടന്ന 4 മാസം മതി. ഞങ്ങളെല്ലാം വിട്ടു കഴിഞ്ഞുകൊണ്ട് ഞാൻ LLB പരീക്ഷ എഴുതി പാസ്സായി. നേരെ ഞാൻ ആലപ്പുഴയ്ക്ക് വന്നാണ് 75. ഞാൻ കൊല്ലത്ത് വെച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറായി 22 വയസ്സുള്ളപ്പോൾ. 9ാം പാർട്ടി കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് പാർട്ടി പ്രവർത്തിക്കുക നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ റോസാപ്പൂ വിരിച്ച പാതയിൽ കൂടി നടന്നൊന്നുമല്ല. വളരെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രവർത്തനം തുടങ്ങിയതാണ്. ഒരുപാട് മർദ്ദനങ്ങളും ഉണ്ടായിസൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത്
അതുകൊണ്ട് അന്ന് മുതൽ എന്നിട്ട് ലളിത ജീവിതം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ വേഷം ഇത് തന്നെയാണ്. മന്ത്രിയായാലും അല്ലെങ്കിൽ എൻ്റെ വേഷം ഇത് തന്നെയാണ്. യാതൊരു ഭൂഷണവും നമ്മൾ ചാർത്തിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തോട് ഇനിയും നീതി പുലർത്തും. അഴിമതിക്കെതിരെ പോരാടിയതുകൊണ്ട് ഞാൻ അഴിമതിക്കെതിരെ പോരാടുന്നതാണ് മാധ്യമങ്ങളെല്ലാവരും അതിൽ ഒരു വിട്ടുവീഴ്ച എല്ലാവരും ഇല്ലല്ലോ. അത് ജയിച്ച അസംബ്ലിയിൽ പോയാൽ ഇനിയും നടത്തും. അഴിമതിക്കെതിരെ സാമൂഹിക ജീവിതത്തിൽ നടത്തും, നിയമസഭയിൽ നടത്തും. അങ്ങനെ ഒരു വർഗീയതയുമായി യോജിപ്പില്ല. ഒരു തരത്തിലുള്ള വർഗീയതയുമായി യോജിപ്പില്ല. വർഗീയത ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അപകടകരമാണ്. അതിനെതിരെ പോരാട്ടമുണ്ട്. എപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ ആയിരിക്കും. ഇന്നുവരെ അങ്ങനെ ആയത്, നാളെ അങ്ങനെ ആയിരിക്കും. എന്നാൽ സാമ്പത്തിക ശേഷി ഉള്ള ഒരാളിന് എന്നുള്ളത് കൊണ്ടാണ് ശത്രുവായി കാണേണ്ട കഴിഞ്ഞില്ല. അവരെല്ലാം ജനാധിപത്യവാദികളുണ്ട്. അവരുടെ അവകാശം അവർക്ക് വേണ്ടിയും ബാധിക്കും. സമ്പത്ത് ദുരുപയോഗപ്പെടുത്തി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി ജനങ്ങളെ ഉപദ്രവിക്കുന്നവർക്കെതിരെ നമ്മൾ പോരാടും. മുമ്പും ചെയ്തിട്ടുള്ളത്, അത് മാറ്റമില്ല. പിന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നു. അതൊരു പ്ലസ് പോയിന്റാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സിന്റെ അവസാന ഭാഗത്ത് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ സ്വാഭിപ്രായങ്ങൾ നിർഭയമായി തുറന്നു പറയും എന്നാണ്. ആ ഡിക്ലറേഷനാണ് തിരികെ. പാർട്ടി രഹസ്യങ്ങളൊന്നുമല്ല ആ അഭിപ്രായം, അതൊന്നും പറയത്തില്ല. പാർട്ടി രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവല്ലേ. പാർട്ടി നേതാക്കന്മാർ അറിയുന്നവരൊക്കെ പത്രത്തിൽ കാണും. അത് പോട്ടെ. പക്ഷെ സ്വാഭിപ്രായങ്ങൾ നിർഭയമായി തുറന്നു പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ പറഞ്ഞാണ് വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സ് അവസാന ഭാഗത്ത് പറയുന്ന ഇത് എന്നെ എന്നും ആവേശിച്ചിട്ടുള്ളതും എനിക്ക് ഒരു മാർഗനിർദ്ദേശമായി നിന്നിട്ടുള്ള കാര്യമാണ്. ഡെമോക്രസി 3 തരത്തിലുണ്ട്. ഇപ്പം ഇത് പാർലമെന്റ് ഡെമോക്രസിയാണ് ഇവിടെ. കാരണം മുതലാളിത്ത രാജ്യങ്ങളിലുള്ള ഡെമോക്രസിക്കാണ് പാർലമെന്റ് ഡെമോക്രസി. അസംബ്ലി, പാർലമെന്റ് ഇതെല്ലാം ഉണ്ടാവും. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും എല്ലാം പാർലമെന്റ് ഡെമോക്രസിയാണ്. പലതരം ഉണ്ട്. ചിലത് സെക്ടർ എന്നായിരിക്കും പേര്, ചിലത് കോൺഗ്രസ് എന്നായിരിക്കും. പാർലമെന്റാണ്. ആ പാർലമെന്റ് ഡെമോക്രസി നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഞാൻ സമ്മേളനം നടത്തുന്നത്. ഗവൺമെന്റ് എനിക്ക് വിമർശിക്കാം. പക്ഷേ ഭരണഘടനാപരമായ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് വേണം. ഭരണഘടനയിലെ ആ ഭരണഘടനയാണ് ഈ ജനാധിപത്യാവകാശം നൽകിയിരിക്കുന്നത്. അതിനെ മാനിക്കണം. അതിനെ വിമർശിക്കാം. ഉദ്ധവ് കുടച്ചക്രമെന്നൊന്നും പറയണമെന്ന്, അത് വിമർശനമല്ല. വിമർശിക്കാം, തിരുത്താം, ഭേദഗതി ചെയ്യിക്കാം. ചെയ്യിച്ചിട്ടുണ്ടല്ലോ. വിമർശനം വേറെ, അറിവില്ലാതെ വേണമെന്ന് പറയുന്നത് വേറെ. അങ്ങനെ വിമർശിച്ചും തിരുത്തിയുമാണ് 10 എത്രയാ ഒരുപാട് ഭേദഗതി വന്നല്ലേ. ബാങ്ക് നാഷണലൈസേഷനൊക്കെ അങ്ങനെ വന്നതല്ലേ. പ്രൈവറ്റ് പേഴ്സ് അബോളിഷൻ ബില്ല് അങ്ങനെ വന്നതല്ലേ. എത്രയോ ഭേദഗതികൾ വന്നു, നല്ല നല്ല ഭേദഗതികൾ. അതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണയ്ക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാ നല്ല കാര്യങ്ങളെയും പാർലമെന്റ് ഡെമോക്രസി നമ്മൾ പങ്കെടുക്കുന്നു. പാർട്ടി പരിപാടി അനുവദിച്ചിട്ടുണ്ട്. പാർട്ടി പരിപാടി വിപ്ലവത്തിന്റെ തന്ത്രമാണ്. പാർട്ടി സ്ട്രാറ്റജി ടാക്ടിക്സ് എന്ന് പറയും. സ്ട്രാറ്റജി, തന്ത്രം, അത് വിപ്ലവത്തിന് വേണ്ടിയുള്ളതാണ്. വിപ്ലവകാലം വരെ ഉള്ളതാണ്. ആ വിപ്ലവത്തിലേക്ക് ഓരോ നിമിഷവും പ്രവർത്തനം നടന്നെടുക്കുമ്പോൾ കാലത്തിനനുസരിച്ച് മാറിയും മറിഞ്ഞും എടുക്കുന്ന നിലപാടിനാണ് അടവ് ടാക്ടിക്സ് എന്ന്. അത് മാറിക്കൊണ്ടേയിരിക്കും. കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മാറിയില്ലെങ്കിൽ പോയി. ആ അടവിന് സ്ട്രാറ്റജിയുമായി ബന്ധമുണ്ട്. പൊക്കൾ കൂടി ബന്ധമാണ്. ആ സ്ട്രാറ്റജിയെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം ഈ അടവ്. അങ്ങനെയാണ് പാർട്ടി പരിപാടി. അത് പറഞ്ഞിട്ടുണ്ട്. സമാധാനപരമായ മാർഗങ്ങളിലൂടെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് CPM-ന്റെ നയം. പീപ്പിൾസ് ഡെമോക്രസി അത് പാർലമെന്റ് ഡെമോക്രസിക്ക് കൂടുതൽ ഹയർ ക്വാളിറ്റിയുള്ള ഡെമോക്രസിയാണ്.
പാർലമെന്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിന്റെ മേധാവിത്വത്തിലുള്ളതാണ്. നമ്മൾ അനുവദിച്ചിരിക്കുക, നിങ്ങൾ ഞങ്ങൾ സംസാരിച്ചോ എഴുതിക്കോ. പക്ഷെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടോ അല്ലെങ്കിൽ പിരിച്ചുവിടും. അപ്പോൾ ആ പാർലമെന്റ് ഡെമോക്രസി ലിമിറ്റേഷൻ മനസ്സിലായില്ലേ? ഇറ്റ്സ് എ ലിമിറ്റഡ് ഡെമോക്രസി. ഭരണാധികാരി വർഗത്തിനും ജന്മിമാർക്കും ഭൂർഷാസിക്കും സാമ്രാജ്യത്വ പിന്തുണയുള്ള എപ്പോൾ വേണമെങ്കിലും ഇതില്ലാതാക്കാം. ഈ ജനാധിപത്യം ഭരണഘടന റദ്ദ് ചെയ്തില്ലേ? നിലനിന്ന് റദ്ദ് ചെയ്തില്ലേ? ഭരണഘടന ഇല്ലായിരുന്നല്ലോ അന്ന്. മൗലികാവകാശങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്തില്ലേ? അപ്പം അതിനുള്ള അധികാരം ഭരണാധികാരി വർഗം ഭൂർഷാസിയാണ്. ജന്മിമാരെല്ലാം അവരുടെ കൂടെയാണ്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ ലോക സാമ്രാജ്യത്വവുമായി അവർ കൈകോർക്കും. ഇവിടെ അവർക്ക് ഒറ്റയ്ക്ക് ഇവിടുത്തെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ സാമ്രാജ്യത്വമായി കൈകോർക്കും, കോംപ്രമൈസ് ചെയ്യും. ഇത് ഞങ്ങളുടെ പരിപാടി പറയുന്നത്. അത് കഴിഞ്ഞാണ് പീപ്പിൾസ് ഡെമോക്രസി, രണ്ടാമത്തെ സ്റ്റെപ്പ്. അവിടെ മുതലാളിത്തം ഇല്ല, മുതലാളിത്തം അബോളിഷ് ചെയ്യും. ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് ഭൂമിയെല്ലാം ഇതാണ് ചെയ്യും. ജന്മിമാരും ഉണ്ടാവില്ല. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും പബ്ലിക് സെക്ടറിലായിരിക്കും.